മലയാളത്തിൽ നിന്ന് ഒരു ഹൊറർ പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. എബനസർ അങ്ങനെയാണ് തോന്നുന്നു ഈ സിനിമയുടെ പ്രൊനൗൺസിയേഷൻ, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അൽ നാസർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പടം. അൽ നാസറിന്റെ കളി കാണാനേ ബുദ്ധിമുട്ടാണ്. ഇത് അതിലും കുറച്ചും കൂടി കഷ്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. യൂട്യൂബിലാണ് റിലീസ് ആയിരിക്കുന്നത്. ഈ സിനിമയിൽ കുറെ കമന്റ്സ് ഞാൻ യൂട്യൂബിൽ കണ്ടു. അതായത് ദിസ് മൂവി വിൽ ഹോണ്ട് യു, ഉറങ്ങാൻ സമ്മതിക്കില്ല, പേടിപ്പിക്കും, ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ഇരുന്ന് കണ്ട് ഏകദേശം 1 മണിക്കൂർ 19 മിനിറ്റുകളും, അതായത് 79-80 മിനിറ്റ് എന്തോ ഉള്ളൂ ഈ പടം. അപ്പൊ ഞാൻ ഇരുന്ന് കണ്ടു. കുറെ പിള്ളേരാണ്, പുതിയ പുതിയ യങ്സ്റ്റേഴ്സ് ആണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. 160 കൊല്ലം പഴക്കമുള്ള ഒരു വീടുണ്ട് ആ ഇതിലത്തെ നായികയുടെ അച്ഛന്റെ. അപ്പൊ അത് വിൽക്കാൻ വേണ്ടിയിട്ട് നായികയും കൂട്ടുകാരും കൂടി ഇങ്ങോട്ട് വരികയാണ്. ഈ കൊച്ചാന്ന് വെച്ചാൽ 10-30 വയസ്സുണ്ട്. ഒരിക്കലും ഈ വീട്ടിലോട്ട് വന്നിട്ടില്ല. അതായത് 10-30 കൊല്ലമായിട്ട് തുറക്കുക, അടക്കി, വൃത്തിയാക്കുക ഒന്നും ചെയ്യാത്തൊരു വീടാണ്. ഇന്ന് ആ വീട്ടിലോട്ട് വരുമ്പോ ഒരു 2 കൂട് മെഴുകുതിരി പോലും മേടിച്ചിട്ട് വരാൻ ബോധമില്ലാത്തവരാണ് ഈ സിനിമയിലുള്ളത്. അവര് വന്നിട്ട് അയ്യോ ഇവിടെ കറണ്ട് ഒന്നും ഇല്ലല്ലോ, ഇവിടെയൊക്കെ വൃത്തിയാക്കണമല്ലോ, 30 വർഷമായിട്ട് അടച്ചിട്ട വീട്ടിൽ പിന്നെ മാറാലല്ലാണ്ട് പിന്നെ പൂമാല ഉണ്ടാവും. ഇത് ഭയങ്കര സയന്റിഫിക് ആയിട്ട് ആലോചിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സിനിമയുടെ ആദ്യത്തെ കുറച്ച് ഭാഗമൊക്കെ രസമുണ്ടായിരുന്നു. അതായത് ഈ പ്രേതം ഉള്ള വീട്ടിലോട്ട് എത്തുന്ന സമയത്ത് വണ്ടി ഓഫ് ആവുക, വണ്ടി സ്റ്റാർട്ട് ആവാതിരിക്കുക, ചെറിയ ചെറിയ ജംപ് സ്കെയർസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. ആരോ കമന്റിലൊക്കെ ഇട്ടു അവസാനത്തെ 16 മിനിറ്റ് വേറെ ലെവലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. നന്മ മരങ്ങളായ പ്രേതത്തിന്റെ കഥ പറയുന്ന സിനിമയാണ്. അതായത് പ്രേതം ആരും ഉപദ്രവിക്കില്ല, പ്രേതം ഇവരെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ വന്നിട്ട് പേടിപ്പിക്കും, പിന്നെ കേസ് തെളിയിക്കാൻ സഹായിക്കുന്ന പ്രേതം, പോലീസിന്റെ ഒറ്റ ദോസ്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ഇടയിൽ CBI ഒക്കെ വരുന്നുണ്ട്. ഇത് എവിടുത്താണ് ഇവരൊക്കെ വരുന്നതെന്ന് നമുക്ക് അറിയാത്ത, എനിക്ക് ഒട്ടും വർക്കാവാത്ത ഒരു സിനിമ കേട്ടോ. ഒരു വെറുതെ ഹൈപ്പ് കൊടുത്തിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്നുമില്ല, ബേസിക്കലി ഒന്നുമില്ല. ഇതേപോലത്തെ ഒരു വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു സിനിമയാണ് ഭൂതകാലം. പക്ഷെ അത് പ്രസന്റ് ചെയ്ത രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടു തീർക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അത്രയും ഹോണ്ടിങ് ആയിരുന്നു ആ സിനിമ കാണാൻ. ഞാൻ പേടിച്ചിട്ടുണ്ട്, സീരിയസ്ലി ഞാൻ ഭൂതകാലം കാണുമ്പോൾ പേടിച്ചിട്ടുണ്ട്. ഈ സിനിമ കാണുമ്പോൾ ഒരു തേങ്ങയും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇത് എല്ലാ പ്രേതപ്പടത്തിലുള്ള ഒരു കാര്യമാണ്. രാത്രി എന്തെങ്കിലും സൗണ്ട് കേൾക്കും, എന്നാൽ മിണ്ടാണ്ട് അവിടെ എവിടെയും കടന്നാൽ അപ്പൊ വലിയ ധൈര്യശാലിയായിട്ട് പോയി നോക്കും, എന്നിട്ട് പ്രേതത്തെ കണ്ട് പേടിക്കും. അങ്ങനത്തെ കുറെ സാധനമൊക്കെ ഈ സിനിമയിലുണ്ട്. സോ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, ട്രൈ ഇറ്റ് ഔട്ട്. പിന്നെ വേറൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, തെലുങ്ക് എന്നുള്ള ഒരു ത്രില്ലറാണ്. 28 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ നവീൻ ചന്ദ്രയുടെ പടം. നമ്മുടെ കോട്ട് സിനിമയിലില്ലേ വക്കീലായിട്ട് അഭിനയിച്ചില്ലേ പ്രിയദർശി, ആളും ഈ സിനിമയിലുണ്ട്. സോ നവീൻ ചന്ദ്രയുടെ പടങ്ങൾ പറയുമ്പോൾ യൂഷ്വലി എന്തെങ്കിലും ഉണ്ടാവും, ക്വാളിറ്റി സാധനങ്ങളായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ കണ്ട്. ഈ 28 ഡിഗ്രി സെൽഷ്യസ് പറയുന്ന ആ ഒരു ടെമ്പറേച്ചർ ഈ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതെന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല ആർക്കും. സോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പൊ ഈ സിനിമ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നവീൻ ചന്ദ്ര ഒരു കൊച്ചിനെ കാണുന്നു, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല, ഒരു കൊച്ചിനെ ഓട്ടോ കയറി പോയി കാണുമ്പോഴേക്ക് എങ്ങനെയാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറിംഗ് ആണ്. അതായത് നവീൻ ചന്ദ്ര ഇടയ്ക്ക് അർജുൻ റെഡ്ഡി ആവുന്നു, കലിപ്പന്റെ കാന്താരി ആവുന്നു, അങ്ങനത്തെ സാധനമൊക്കെ കാണിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ത്രില്ലർ മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. ഇടയ്ക്ക് ഹൊറർ എലമെന്റ്സ് വരുന്നുണ്ട്, ട്വിസ്റ്റ് ആൻഡ് ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ അങ്ങനത്തെ ഒരു സീനിലാണ്, ഒരു ത്രില്ലർ എലമെന്റിലാണ് തുടങ്ങുന്നത്. പിന്നെ ഫ്ലാഷ് ബാക്കിലോട്ട് പോവാണ്. അപ്പൊ ഈ 28 ഡിഗ്രി സെൽഷ്യസ് എന്ത് ഇമ്പോർട്ടന്റ് ആണ് ഈ സിനിമയ്ക്ക് എന്നുള്ള ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വേണമെങ്കിൽ ഒരു 1 ടൈം വാച്ചബിൾ പടം, ഇതിന്റെ സെക്കൻഡ് ഹാഫിന് വേണ്ടി മാത്രം ഒരു 1 ടൈം വാച്ചബിൾ പടം വരെ. അവിടെ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യൊന്നുമില്ല. ബാക്കി വേസ്റ്റ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. സമയം